നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ ഹൃദയത്തിൽ തൊട്ടത് എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ടോക്സിക് റിലേഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബന്ധം സന്തോഷം, ആത്മവിശ്വാസം, ആത്മഗൗരവം എന്നിവ ഇല്ലാതാക്കുകയും സ്ഥിരമായി മനസ്സിലും ശരീരത്തിലും സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു ബന്ധം സ്നേഹവും പിന്തുണയും സമാധാനവും നൽകാതെ വേദന, നിയന്ത്രണം, ഭയം, കുറ്റബോധം പോലെയുള്ള വികാരങ്ങൾ മാത്രം നൽകുമ്പോൾ വരുന്ന ഒരവസ്ഥയാണ്. ടോക്സിക് ബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരാൾ മറ്റേയാളെ മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, വിശ്വാസത്തിൻ്റെ അഭാവം, സ്ഥിരമായി സംശയം, കുറ്റപ്പെടുത്തൽ തുടങ്ങിയവ ഉണ്ടാകുന്ന അവസ്ഥ. നെഗറ്റീവ് ആശയവിനിമയവും അധിക്ഷേപവും പരിഹാസവും അസൂയയും മത്സരവും എല്ലാം ഒരാളുടെ വളർച്ചയെ തടയുന്നു. മാനസിക ശാരീരിക പീഡനം, അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ എന്നിവ ചെയ്യുന്നവരെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക. ഇത്തരം ബന്ധം ദീർഘകാലം തുടരുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം, വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ചിലപ്പോൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകും. ആരോഗ്യകരമായ ബന്ധം തമ്മിൽ സ്നേഹം, വിശ്വാസം, ബഹുമാനം, പിന്തുണ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തെ വളരെ ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. ആത്മവിശ്വാസത്തെയും സ്വയംബോധത്തെയും ബാധിക്കുന്നു. ഒരാൾ നിരന്തരം കുറ്റപ്പെടുത്തുകയോ ചെറുതായി കാണിക്കപ്പെടുകയോ ചെയ്താൽ ക്രമേണ ഞാൻ കഴിവുള്ളവനല്ല എന്നൊരു വിശ്വാസം അവനിൽ വളരുന്നു. മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു. വ്യക്തിജീവിതത്തിൽ സന്തോഷം തന്നെ ഇല്ലാതാകുന്നു. ശാരീരിക ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു. ടോക്സിക് പങ്കാളിയെ ഒരാൾ അകത്ത് നിർത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുപോലും അവൻ അകറ്റപ്പെട്ടു പോകുന്നു. സ്വയം എടുക്കാനുള്ള ധൈര്യം അയാൾക്ക് നഷ്ടപ്പെടുന്നു. ജീവിത ലക്ഷ്യങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നു. പഠനം, ജോലി, കരിയർ എന്നിവയുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും പറ്റാതാകുന്നു. ബന്ധങ്ങളിലെ കലഹം, നിരന്തരം വരുന്ന പ്രശ്നങ്ങൾ എന്നിവ കൊണ്ട് സമയം, ഊർജം എന്നിവ നഷ്ടമാകും. സന്തോഷകരമായ ബന്ധങ്ങളുടെ അഭാവം വർദ്ധിക്കുന്നു. അതിനാൽ വ്യക്തിജീവിതം സന്തോഷകരവും സമൃദ്ധവുമാക്കാൻ ടോക്സിക് ബന്ധങ്ങൾ തിരിച്ചറിയാനും അവയിൽ നിന്ന് സ്വയം രക്ഷിക്കാനും നമുക്ക് കഴിയണം. ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇത് ഒരു സാധാരണ പ്രശ്നമാണോ അതോ വിഷമമുള്ള ബന്ധമാണോ എന്ന് സ്വയം ചോദിക്കുക. സ്ഥിരമായി വേദനയും കുറ്റബോധവും ഭയവും നിരാശയും ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇത് ടോക്സിക് ബന്ധമാണെന്ന് മനസ്സിലാക്കുക. സ്വയം വിലമതിക്കുക. നിങ്ങൾക്ക് ബഹുമാനവും സ്നേഹവും ലഭിക്കാനുള്ള അവകാശമുണ്ടെന്നും മനസ്സിലാക്കുക. ടോക്സിക് പാർട്ട്ണർ നിങ്ങൾക്കൊന്നും ചെയ്യാനാകുകയില്ല എന്ന് വിശ്വസിക്കാൻ ഇടവരുത്തുന്നു. നിങ്ങളുടെ കഴിവുകളും നേട്ടങ്ങളും നിങ്ങൾ സ്വയം ഓർക്കുക. പരിധികൾ നിശ്ചയിക്കുക. എനിക്ക് ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമായി അയാളോട് പറയുക. നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സ്വന്തമായ സമയം, സൗഹൃദങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ സംരക്ഷിക്കുക. സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ തേടുക. ടോക്സിക് ബന്ധത്തിൽ കഴിയുന്നവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. വിശ്വസിക്കാവുന്ന ഒരാളോട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുക. ചിലപ്പോൾ പുറത്തു നിന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ നിങ്ങളെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സഹായിക്കൂ. കൗൺസിലിംഗ്, തെറാപ്പി തുടങ്ങിയവ പ്രത്യേകിച്ച് ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ വളരെ ഉപകാരപ്പെടും. സ്ട്രെസ്സും ആങ്സൈറ്റിയും നിയന്ത്രിക്കാൻ റിലാക്സേഷൻ ടെക്നിക്സും മെഡിറ്റേഷനും പരീക്ഷിക്കുക. സ്വന്തം ജീവിത ലക്ഷ്യങ്ങൾ വീണ്ടും കണ്ടെത്തുക. ടോക്സിക് ബന്ധം നിങ്ങളെ ജീവിത ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് അവസാനിപ്പിക്കാനുള്ള ധൈര്യം നിങ്ങൾ നേടിയെടുക്കുക. ചിലപ്പോഴൊക്കെ ഏറ്റവും നല്ല മാർഗം ആ ബന്ധം വിട്ടുമാറുക എന്നത് തന്നെ ആണ്. നിങ്ങളുടെ വ്യക്തിജീവിതം അങ്ങനെ സന്തോഷകരവും ആരോഗ്യകരവും ആയി മാറും. വ്യക്തിജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമാക്കാൻ ടോക്സിക് ബന്ധം വിട്ടുമാറുന്നത് പലപ്പോഴും ഏറ്റവും വലിയ സ്വയം സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായി മാറുന്നു. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.